ഹായ് തകടു. Don't call me Takdu. My name is Adi. ഓക്കെ ആദി, ഗ്രീഷ്മ ഒന്ന് വിളിക്കോ? ജയ ആ. എന്തേ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത്? ബാ പറയാം. എനിക്കറിയാം നിന്റെ സമ്മതമില്ലാതെ ഇതൊക്കെ ആലോചിക്കുന്നതെന്ന്. പിന്നെ വിജീഷ്, അവൻ എന്നോടുള്ള പ്രതികാരമാണ് ഈ കല്യാണാലോചന. എന്നെ കല്യാണം കഴിക്കുന്ന എങ്ങനെ ജയനോടുള്ള പ്രതികാരാവുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ഈ ബന്ധം എല്ലാവർക്കും അറിയാവുന്നല്ലേ? ജയ, എനിക്ക് ജയനെ ഇഷ്ടമൊക്കെ തന്നെ. പക്ഷെ ജയനൊരു കാര്യം മനസ്സിലാക്കണം. ജയനെയും വിജീഷിനെയും കമ്പയർ ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും വിജീഷിനുണ്ട്. ജയനോ ചെണ്ടയും കുട്ടി പാർട്ടിയും കളിച്ച് നടന്നാൽ ജീവിക്കാൻ പറ്റൂ ജയ? അപ്പൊ നമ്മൾ തമ്മിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ സ്വപ്നങ്ങളിലല്ലോ, റിയാലിറ്റിയിലല്ലേ നമ്മൾക്ക് ജീവിക്കുന്നത്. എന്തായാലും ജയം പോ, എനിക്ക് നാളത്തേക്ക് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. നീ ആടി പെണ്ണ്. എടാ ജയൻ, എടാ നിർത്ത് വണ്ടി നിർത്ത്. എടാ നീ എവിടെയായിരുന്നു? നിന്നെ ഫോൺ വിളിച്ചിട്ടും കിട്ടണല്ലോ. എടാ നമ്മുടെ രവിയേട്ടൻ മരിച്ചടാ. അറ്റാക്കാണെന്നാ എല്ലാവരും പറയണത്. നമുക്ക് അങ്ങോട്ട് പോവാ, നീ വന്നേ. നീ എന്തി പറയുന്നേ? ചേട്ടാ ഒരു ചായ. ആ നമ്മൾ തോറ്റുപോയല്ലോ സഖാവേ. അതെ, അയാളുണ്ടായിരുന്നപ്പോൾ നമുക്കിടയിൽ ഈ നിശബ്ദത ഉണ്ടായിരുന്നില്ല. ആരുടെ കാര്യം രാവണേട്ടാ? നമ്മുടെ രവിയുടെ. ശരിയാ, വല്ലാത്തൊരു ചെയ്ത്തായി പോയി. രവി ഉണ്ടായിരുന്നപ്പോൾ എന്തിനൊരു പരിഹാരം കാണുമായിരുന്നു. എന്ത് പ്രശ്നമാണെങ്കിലും പോയി കണ്ടാൽ മതി, അയാളത് ശരിയാക്കി തരും. അത് ശരിയാ, രവിയേട്ടൻ്റെ വിയോഗം നമുക്ക് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. ചേട്ടാ എന്റെ പറ്റിലെഴുതിയേക്കേ. സഖാവ് മരിച്ചതോടുകൂടി ആ സമരം കൂടി ഇല്ലാതായി. അതെ അതെ, ആകെ മടുത്തറ. എന്തേ? നമ്മളെ കൊണ്ടൊന്നും ഒന്നിനും കഴിയില്ലടാ. പണ്ട് രവിയേട്ടനുണ്ടായിരുന്നപ്പോൾ എല്ലാത്തിനും ഒരു ധൈര്യവും ആവേശമൊക്കെ ഉണ്ടായിരുന്നു. നീ എന്താ പറഞ്ഞു വരുന്നേ? അതല്ലടാ ഈ സമരത്തിൻ്റെ കാര്യം. നമുക്കത് വിടാം. പാർട്ടിയെങ്കിലും പുറകിലുണ്ടായിരുന്നെങ്കിൽ ഒരു ബലം ഉണ്ടായിരുന്നു. രമേശ, രവിയേട്ടൻ നമുക്ക് തന്നിട്ട് പോയ ചില ആദർശങ്ങളുണ്ട്. ഒരുത്തിൻ്റെ മുമ്പിലും നട്ടല് വളക്കരുതെന്ന്. അതാണ് രവിയേട്ടൻ പഠിപ്പിച്ചെന്ന പാർട്ടിയിൽ. അപ്പോൾ ഇനി സമരം. ചുള്ളിയാർപ്പാടം സംരക്ഷിക്കുക! ചുള്ളിയാർപ്പാടം സംരക്ഷിക്കുക! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! കളക്ടറേറ്റ് മാർച്ച് സിന്ദാബാദ്! കളക്ടറേറ്റ് മാർച്ച് സിന്ദാബാദ്!
ഇന്നലെ സാർ അവരിറങ്ങിയത്. കലക്ടർ ഇടപെട്ട സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു വിട്ടേക്ക് സാറേ, അതാ ബുദ്ധി. ഒപ്പിടിച്ചിട്ടങ്ങ്. എന്താന്ന് വെച്ചാ ചെയ്. ശരി സാർ. ശരി. ജയ, ജയനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേ. എനിക്ക് 28 വയസ്സായി. ഇപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നത്. വിജീഷിനെ പെണ്ണ് കണ്ട ദിവസം തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞിരുന്നു. ഒരു ഇത്തിരി ലക്ഷ്യബോധം നിന്നുണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ജയ, നിന്നോടുള്ള പ്രണയത്തെയല്ല, നിന്നോടൊത്തുള്ള ജീവിതത്തെ ഞാൻ ആഗ്രഹിച്ചു. ഒപ്പിടിച്ചു വിട്ടോ സാർ. ആ, ഓരോരുത്തർ എണ്ണീറ്റ് വാടേ, ഒന്ന് ഒപ്പിട്. വാ. നാളെ കാണാം. ആ ശരി. രമേശ, ഞാൻ ഒന്ന് ഗിരീഷ്മെ വീട്ടിലാക്കിയിട്ട് വരാം. ഓക്കെ. നീ എന്നാ നോക്കുന്നേ? നിനക്ക് ചുറ്റും ഒരു പൂമ്പാറ്റ വട്ടം ചുറ്റുന്നുണ്ട്. ഞാനൊരു ആഗ്രഹം പറയട്ടെ. എനിക്കൊന്ന് മുദ്രാവാക്യം വിളിക്കണം. ഇപ്പോഴോ? ഇപ്പൊ ഈ പാതിരാത്രിക്ക്? ഈ പാതിരാത്രിയിൽ. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ വാ. എങ്ങോട്ട്? പോവാം. എങ്ങോട്ടോ? ശ്ശോ. ജയ, പറ. ഏയ്. ഏയ്. ഈശ്വരാ, രക്ഷിക്കണേ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇപ്പോൾ കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ചുള്ളിയാർപ്പാടം മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. ചുള്ളിയാർപ്പാടം ജനകീയ സമരത്തിന്റെ ഭാഗമായി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷാവസ്ഥയെ തുടർന്ന് ജില്ലാ കളക്ടറുടെ സ്റ്റേ ഓർഡർ ശരിവെച്ചുകൊണ്ട് ചുള്ളിയാർപ്പാടം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ എല്ലാവിധ നിർമ്മാണ പ്രവർത്തികളും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നവരെ നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി സ്പെഷ്യൽ ഡിവിഷൻ ബെഞ്ച് വിധിയായി. മാമ്പഴക്കര സ്വദേശിയും പൊതുപ്രവർത്തകരുമായ അന്തരിച്ച ശ്രീ രവിയുടെ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയത്. ഇന്ന് പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിടുമെന്ന് എൻ്റെ പേടി. നിന്റെ ഉപ്പയ്ക്ക് വേറെ പണിയില്ലേ? എനിക്ക് ഈ ഭൂമിയിൽ കണ്ടിടാത്ത ഒരാളുണ്ടെങ്കിൽ അത് നിന്റെ ഉപ്പയായിരിക്കും. വാപ്പച്ചി തന്നെയാ പറയാറ്, നിങ്ങളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ആണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എൻ്റെ സ്വന്തം ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ
എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നെ. ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇട്ടിച്ചേരായിരുന്നു. ഞാൻ പോവുക. കുറച്ച് കഴിഞ്ഞിട്ട് പോവുക അയച്ചുമ്മ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നങ്ങനെ വിളിക്കരുതെന്ന്. ഞാൻ ആയിച്ചുമ്മയല്ല, ആയിഷ. ഓക്കെ അയച്ച. ആയിഷ. എനിക്കിങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. ഞാനെങ്ങനെ വിളിക്കും? കേട്ടോ അങ്ങോട്ട് മാറ്റി വെക്ക്. അടി. കേറ്. സാഹിബ്, ജനാധിപത്യപരമായി പ്രേമിക്കുന്നു എന്നൊരു തെറ്റല്ല. സംഗതി എന്താന്ന് വെച്ചാൽ ഇമ്മാതിരി കേസിനൊന്നും പിടിച്ച് അകത്തിടാൻ പറ്റൂല. ഇപ്പൊ സദാചാരം, അസഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വന്ന് കുറയ്ക്കും. അല്ലെങ്കിൽ മകളോട് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കിട്ടണം. പറ്റുമോ? അതെന്തായാലും കിട്ടൂല. അല്ലാതെ തന്നെ ഒരു വഴി നിങ്ങൾ വിചാരിച്ചാൽ കിട്ടും. അതിനെൻ്റെ കുടുംബത്തിൻ്റെ വിലയുണ്ട്. ആ വില നിങ്ങളുടെ പോക്കറ്റിൽ തിരിക്കും. പക്ഷെ നിങ്ങൾ കൊടുക്കണം. അവർക്കും എനിക്കും നാട്ടുകാർക്കും മറക്കാൻ പറ്റാത്ത തരത്തിൽ. അതിന് ഈ കേസ് മതിയാവില്ല സാഹിബേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒന്ന് വിളിച്ച് വരട്ടി നോക്കാം. ഇല്ലെങ്കിൽ വേറെ ഒരു വഴിയുണ്ട്. തനിച്ചൊന്ന് കാണാതിരിക്കരുത്. എന്തടി ചോദിച്ചു എനിക്ക് കിട്ടുണ്ടാക്കിട്ട് ക്യാമ്പസിൽ മത്സാന വിഷ്ണു പോ. എന്തടി ഒരുപാട് കിളിക്കില്ലടി. എന്തടി ഇത്രയായിട്ടൊരു വാക്കാലെ കയറും. വിഷ്ണു ശ്രുതിയുമായി പ്രശ്നം ഉണ്ടാക്കുന്നു. ക്ലാസ്സില് വിഷ്ണു എന്തടി വിഷ്ണു കൈയെടുക്ക. നിന്നോട് കൈയെടുക്കാനാ പറഞ്ഞേ. അവക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വിചാരിക്കണ്ട. ആര് ചത്തോയുള്ള തന്റെ കുഴിയുന്നവരോ?
മോനെ വാടാ. നാ. ശരിക്കും പറഞ്ഞ ഇവന്മാരൊക്കെ തല്ലല്ലേ വേണ്ടത്, കൊന്നുകളഞ്ഞാക്കണം. അന്നേ കൊടുക്കേണ്ടതായിരുന്നു. ആ ഗ്രീഷ്മ കോളേജ് വെച്ച് ഇടപെട്ടോണ്ടാ. പിന്നെ അവളെ വിളിച്ചിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്. വേറെ എന്ത് ചെയ്യാനാ? അതെ, കിട്ടിയ തല്ലൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തു. ഇനി അത് വിടല്ലേ നല്ലത്, അല്ലേ? എനിക്കതല്ല പേടി, ഇവന്മാരിഞ്ഞ് ഇതും പറഞ്ഞ് ആ പാവം ശ്രുതിയുടെ മെക്കിട്ട് കയറുമോ? രവിയേട്ടനെ പോയിട്ടുള്ളൂ. അയ്യേ, പൊറോട്ട ഇറച്ചിട്ട് വേണം. ചേട്ടാ 3 ചായ മധുരട്ടിട്ട്. എനിക്ക് ചായ വേണ്ടേ? 3 തൊളയില്ലാത്ത വണ്ടി എടുത്തോ. അത്യുത്തമം. ചേട്ടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ വേണം. ചെറിയ കുപ്പിയിലും ലഭ്യമാണ്. ചായ വേണോ? നിങ്ങൾക്ക് വലിയ കുപ്പി വാങ്ങുകയാണ് ലാഭം. കാരണം അതിൽ കൂടുതൽ ഉണ്ടാകും. ദ്രൗപദി അത് പിന്നെ ഏത് പൊട്ടനാ അറിയാത്തത്? വലിയ കുപ്പിയാകുമ്പോ പിന്നെ കൂടുതൽ കാണും. വന്ന് മരുന്ന് കമ്പനിക്കാരൻ നിന്നേക്കാൾ വലിയ തള്ളു തുടങ്ങിയല്ലോടാ. ആ, അതിനെന്തിനാണ് എൻ്റെ മെക്കിട്ട് കയറുന്നത്? വെറുതെ അല്ല തൻ്റെ കൂടെ ചായ കുടിക്കാത്തത്. എനിക്ക് ചായ വേണ്ട. വേണേ കുടിച്ചാൽ മതിടാ. ആ രാമൻ സാറാണല്ലോ. ആ പറ സാറേ. ആ ജയ, ഒരു പ്രശ്നമുണ്ട്. ആ നന്ദനെ എസ് ഐ പൊക്കിയിട്ടുണ്ട്. വേഗം വന്ന് ഇറക്കാൻ നോക്ക്, അല്ലെങ്കിൽ ആ പാവം പയ്യനെ അയാൾ തല്ലിക്കൊല്ലും. ഇതാ സാഹിബിന്റെ കൊട്ടേഷനാ. എന്താ വരുന്നു? രമേശ വണ്ടി ഇടും. എന്തുപറ്റി? അന്ന് സ്റ്റേഷനിൽ വാ പറയാം. നന്ദനം തൂറ്റി. വാ. ആ, ഏതായാലും വക്കീലിനെ നേരത്തെ വിളിച്ചു പറഞ്ഞത് നന്നായി. പുള്ളിയെ തീർന്നു. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ഇന്ന് തന്നെ അവനെ ഇറക്കാൻ പറ്റില്ലേ? നിങ്ങൾ രണ്ടുപേരും വന്നാൽ മതി. നീ ഇവിടെ വന്നു. സാറേ, ജാമ്യത്തിലുള്ള പേപ്പേഴ്സൊക്കെ റെഡി അല്ലേ? ആ സാർ നമസ്കാരം. നന്ദനെ ജാമ്യത്തിലെടുക്കാൻ വന്നതാ. അതിന് അവന്റെ പേരിൽ കേസൊന്നും എടുത്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ ജാമ്യം? സാർ പിന്നെ അവനെന്തിനാ കസ്റ്റഡി വെച്ചിരിക്കുന്നത്? എന്ത് കേട്ടാ സാർ അവൻ്റെ ദേഹത്ത് കയച്ച്? നിനക്കറിയണോ? നീ എന്താടാ പോലീസ് സ്റ്റേഷനിൽ വന്ന് നേതാവ് കളിക്കുന്നു? നേതാവല്ല സാർ, സഖാവ്. വിളിച്ചോണ്ട് പോടോ അവനെ. ഇനി അവനെങ്ങാനും സാഹിബിന്റെ മകളെ പുറകെ നടന്നെന്നറിഞ്ഞ നീയും അവനും ഒരുത്തനും എണീറ്റ് കിടക്കില്ല. സാറേ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു സ്വഭാവമുണ്ട്. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുത്തിരിക്കും. പോട്ടെ. സാറേ പ്രശ്നമൊന്നുമില്ലല്ലോ. കേസ് ചാർജ് ചെയ്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം എന്നെ വിളിച്ചാൽ മതി. ജയ. ശരി എന്നാ. ശരി സാർ. എന്താ ഗ്രീഷ്മ? ഉണ്ട്. എന്ത് പറ്റി? ഓക്കെ ഡാ, നമുക്കൊന്ന് ഗ്രീഷ്മയുടെ വീട് വരെ പോവാം. എന്താ പറയാം.